ഹലോ എവ്രി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ SSC CGL 2019 പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. അതായത് 3 മാർച്ച് 2020 കണ്ടക്ട് ചെയ്ത, അതായത് ഷിഫ്റ്റ് 2 കണ്ടക്ട് ചെയ്ത പേപ്പറിൻ്റെ ഇംഗ്ലീഷ് സെക്ഷനാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാം എക്സാം ഓഗസ്റ്റിൽ വരുവാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പ്രീവിയസ്ലി കണ്ടക്ട് ചെയ്ത എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഫെമിലറൈസ്ഡ് ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇന്ന് ഈ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഇൻ ദ സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഗ്രാമർ എറർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ മോഡേൺ മാൻ ഇസ് ബിസി അക്വയറിംഗ് മോർ ആൻഡ് മോർ വെൽത്ത് ആൻഡ് ഡിസൈനിങ് വേസ് ടു ഇൻവെസ്റ്റ് ഇൻ മോർ സെൻസ് പ്ലഷേഴ്സ് ആണ്. അപ്പോൾ എൻ്റെ സെൻറ്റൻസ് വായിച്ച് നോക്കുക. എറർ റൈറ്റ് അവേ സ്പോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മനസ്സിലാക്കി നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ എറർ വന്നേക്കണ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാട്ടിലാണ് എറർ വന്നേക്കണം അല്ലേ. അതായത് ബേസിക്കലി സെൻറ്റൻസ് പറയണത് എന്താണെന്ന് വെച്ചാൽ ദ മോഡേൺ മാൻ ഇസ് ബിസി അക്വയറിംഗ് മോർ ആൻഡ് മോർ വെൽത്ത്. അതാണ് ഫസ്റ്റ് ക്ലോസ്. അതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആധുനിക മനുഷ്യൻ ലൈക്ക് വെൽത്ത് അക്വയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ബിസി ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് ക്ലോസ് പറയണമെന്ന് പറഞ്ഞാൽ ആൻഡ് ഡിസൈനിങ് വേസ്റ്റ് ഇൻവെസ്റ്റ് ഇൻ പ്ലഷർ ഇൻ മോർ സെൻസ് പ്ലഷേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പറയണത് അടുത്ത ക്ലോസിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഭൗതികമായിട്ടുള്ള ആവശ്യത്തിന് ഭൗതികമായിട്ടുള്ള പ്ലഷേഴ്സിന് വേണ്ടി ഹീസ് ഇൻവെസ്റ്റിംഗ് ദാറ്റ് വെൽത്ത് എന്നാണ് സെക്കൻഡ് ക്ലോസും പറയുന്നത്. ഇതിൽ ഒരു എറർ വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു പാട്ടിലാണ്. ഇവിടെ പറയണത് ഇവിടെ ഒരു നമുക്ക് ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്രപ്പസിഷൻ വന്നിട്ടുണ്ടെന്നാണ് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പ്രപ്പസിഷൻ വന്നതിന് പ്രപ്പസിഷൻ ഷുഡ് ഓൾവേസ് ഫോളോ എ നൗൺ ഷുഡ് ഓൾവേസ് ഫോളോ എ പ്രപ്പസിഷൻ എന്നാണ്. അപ്പോൾ ഇന്നിന് കറസ്പോണ്ടിങ് വന്നേക്കണ ഇവിടെ വന്നേക്കണ നൗൺ എന്ന് പറഞ്ഞാൽ പ്ലഷേഴ്സ് ആണ് നമുക്ക് വന്നേക്കണ. നമ്മൾ ഭൗതികമായിട്ടുള്ള പ്ലഷേഴ്സ് നമ്മൾ പ്ലഷേഴ്സാണ് വന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ്ങിലി ഇംഗ്ലീഷിൽ വരേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് പ്ലഷർ എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരേണ്ടത്. അതായത് നമുക്ക് ഇവിടുത്തെ പ്ലഷേഴ്സ് തന്നെയാണ്. അപ്പോൾ എന്ത് ടൈപ്പ് പ്ലഷേഴ്സ് അല്ലെങ്കിൽ ഒരു ഈ ഒരു പ്ലഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നൗണിന് അതിൻ്റെ പ്രീവിയസ്ലി വരേണ്ടത് ഒരു അഡ്ജക്റ്റീവാണ് ഇവിടെ വരേണ്ടത്. ഇന്നെന്ന് പറഞ്ഞാൽ പ്രപ്പോസിഷൻ്റെ കറസ്പോണ്ടിങ് നൗൺ എന്ന് പറഞ്ഞാൽ പ്ലഷേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ്ലി വന്ന വേർഡ്സ് എല്ലാം എയ്തർ ആഡ്വേർബ്സോ ആഡ്ജക്റ്റീവ്സോ ആയിരിക്കണം വരേണ്ടത്. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ സെൻസ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്, അതൊരു നൗണാണ് അല്ലെങ്കിൽ വേർബായിട്ടും ആക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പക്ഷേ വരേണ്ടത് ഒരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വരേണ്ട വേർഡ് എന്ന് പറഞ്ഞാൽ സെൻസ് എന്നുള്ള വേർഡല്ല, സെൻസറി പ്ലഷേഴ്സ് എന്നുള്ള സെൻസറി എന്ന് പറഞ്ഞാൽ സെൻസിൻ്റെ കറസ്പോണ്ടിങ് അഡ്ജക്റ്റീവ് ഫോമാണ് അവിടെ വരേണ്ടത്. ഇത് സെൻസറി എന്ന് പറഞ്ഞ വേർഡാണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവിടെ എറർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് യൂഷ്വലി ഒരു ബേസിക് റീഡിങ് ഹാബിറ്റ് ഉള്ളവർക്ക് തന്നെ നമുക്ക് കണ്ടത് തന്നെ മനസ്സിലാവും എറർ ആ പോയിന്റിലാണെന്നുള്ളത്. ജസ്റ്റ് നമുക്ക് പ്ലഷേഴ്സിന് കറസ്പോണ്ടിങ് അതിന് ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് പ്ലഷർ ആ ഒരു ഡിസ്ക്രിപ്ഷൻ തരണ ഒരു വേർഡാണ് പ്രീവിയസ്ലി വരേണ്ടത്, ഒരു അഡ്ജക്റ്റീവായിട്ട് വരേണ്ടത്. പക്ഷേ ഇവിടെ വന്നേക്കുന്നത് സെൻസ് എന്ന് പറഞ്ഞ ഒരു നൗൺ ഫോമാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് അഡ്ജക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ സെൻസറി പ്ലഷേഴ്സ് വരും. അപ്പോൾ അത് കറക്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ദ മോഡേൺ മാൻ ഇസ് ബിസി അക്വയറിംഗ് മോർ ആൻഡ് മോർ വെൽത്ത് ആൻഡ് ഡിസൈനിങ് വേസ് ടു ഇൻവെസ്റ്റ് ഇൻ മോർ സെൻസറി പ്ലഷേഴ്സ്. അതായിരിക്കും കറക്റ്റ് സെൻറ്റൻസ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസ് പോവാം, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്തെന്ന് പറഞ്ഞാൽ സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. ഓക്കെ, ഹീ സെഡ് ടു മീ വാട്ട് ആർ യു ഡൂയിങ്. അപ്പോൾ നമുക്കൊരു ഡയറക്റ്റ് സെൻറ്റൻസ് ആണ് തന്നേക്കുന്നത്, ഡയറക്റ്റ് ഫോമാണ് തന്നേക്കുന്നത്. അതിനെ ഇൻഡയറക്റ്റ് ഫോമിലോട്ട് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാട്ടിന് നമ്മൾ റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടഡ് ക്ലോസ് എന്ന് പറയും. ഇനി നമ്മളിതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ടാക്കണം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഫോമിലോട്ടാക്കണം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഈ ഒരു കൺവേർട്ട് ചെയ്യേണ്ട റൂൾസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ആ റൂൾസ് അറിയാമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് നോക്കി ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിംഗ് ക്ലോസിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ. ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ സെൻറ്റൻസുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂൾ എന്ന് പറഞ്ഞാൽ ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണമെന്നുള്ള റൂൾസ് എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ജനറലി നമുക്കറിയാവുന്നതാണ് എന്ത് യൂഷ്വലി ഒരു ഡയറക്റ്റ് ഫോമിലുള്ള സെൻറ്റൻസ് നമ്മൾ ഇൻഡയറക്റ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ടെൻസ് ചേഞ്ച് ആകും.
പിന്നെ അതിൽ യൂസ് ചെയ്തേക്കുന്ന പ്രൊനൗൺസ് അല്ലേ, അത് റിപ്പോർട്ടഡ് സ്പീച്ച്. ഈ ഒരു പാർട്ടിൽ പ്രൊനൗൺസ് ചേഞ്ച് ആവും. തേർഡ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ടൈമിൻ്റെ റെഫറൻസ് ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും ചേഞ്ച് വരും. അതായത് ദിസ് ഡേ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡേ എന്നാകും, അങ്ങനത്തെ ചേഞ്ച്, ടൈം റെഫറൻസ് ഉണ്ടെങ്കിൽ ചേഞ്ച് ആവും. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ടാകുമ്പോഴത്തേക്കും അത് അസേർട്ടീവ് സെൻറ്റൻസസ്, അതായത് അസേർട്ടീവ് ഫോമിലായിരിക്കും സെൻറ്റൻസുകൾ വരുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ വേർഡ് അല്ല ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിലായിരിക്കും. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അസേർട്ടീവ് സെൻറ്റൻസുകളുടെ സ്ട്രക്ചറായിട്ടായിരിക്കും കൺവേർട്ടായിട്ട് വരുന്നത്. ഫോർത്ത് കേസ് അതാണ്. ഇത് പെക്യുലറായിട്ട് ഉള്ള പോയിൻ്റാണിത്. ഇത് ജനറലായിട്ട് ഇത്രയും ചേഞ്ച് വരും. പിന്നെ ഇത് ഇൻ്ററഗേറ്റീവ് ആയത് കാരണം അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അഗെയിൻ അസേർട്ടീവ് സെൻറ്റൻസിലോട്ടാണ് കൺവേർട്ട് ആക്കേണ്ടത്, മറ്റേ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ടാക്കുക. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിലും ചെറിയൊരു ചേഞ്ച് വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അപ്പോൾ ടെൻസിൽ വന്ന ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റിപ്പോർട്ടിംഗ് ക്ലോസ് ഇല്ലേ, അതായത് ഈ ഒരു ക്ലോസിൽ നമ്മളിവിടെ സെഡ് എന്ന് പറഞ്ഞ വാക്കാണ് വന്നേക്കുന്നത്. അതായത് പാസ്റ്റ് ടെൻസ് ആണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറഞ്ഞാൽ. റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അതിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ ഇൻഡയറക്റ്റ് ഫോമിലോട്ട് ആക്കുമ്പോൾ ടെൻസിന് ചേഞ്ച് വരുള്ളൂ. അതായത് ഇവിടെ പാസ്റ്റ് ടെൻസ് വന്നാൽ മാത്രമാണ് ഇതിനെ കറസ്പോണ്ടിങ് റിപ്പോർട്ടിംഗ് സ്പീച്ചിലോട്ട് ആകുമ്പോഴത്തേക്കും അവിടെ ടെൻസിന് ചേഞ്ച് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് വന്നേക്കുന്നത്, സെഡ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് ടെൻസിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഓക്കെ, അത് മാത്രമല്ല അതായത് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസിൽ നോക്കാം. ഇവിടെ വാട്ട് ആർ യു ഡൂയിങ് എന്നാണ് ചോദിച്ചത് അല്ലേ, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ കറസ്പോണ്ടിങ്ലി എന്ത് വരും, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വരേണ്ടത്. അതാണ് കൺവേർഷൻ വന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് കൺവേർട്ട് ആകുമ്പോഴത്തേക്കും പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ ജസ്റ്റ് നോക്കാം എവിടെയൊക്കെ പാസ്റ്റ് കണ്ടിന്യൂസ് വന്നേക്കണത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ വാട്ട് ഐ വാസ് ഓക്കെ, വാസ് ഡൂയിങ്. ഓക്കെ, ഈ 1 2 3 തേർഡ് ഓപ്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്ഷൻസിലും വാസ് ഡൂയിങ് തന്നെയാണ് വന്നേക്കുന്നത്. പ്രസൻറ്റ് ആർ യു ഡൂയിങ് എന്നുള്ളത് വാസ് ഡൂയിങ് എന്നുള്ള പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ടെൻസിൻ്റെ, അപ്പോൾ നമുക്ക് അത് വെച്ച് നമുക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ റിപ്പോർട്ടിംഗ് വേർബ് സെഡ് ആണെങ്കിൽ അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ് ഫോമിലോട്ട് ആകുമ്പോഴത്തേക്കും സെഡ് എന്നുള്ളത് ആസ്ക്ഡ് എന്നാവും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ ജസ്റ്റ് നോക്കാം ആസ്ക്ഡ് എന്നുള്ള ഫോമിലോട്ട് വന്നേക്കുന്നത് ഏതാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓപ്ഷനും ഈ ഓപ്ഷനിൽ ആസ്ക്ഡ് തന്നെയാണ്, ഈ ഓപ്ഷനിൽ സെഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം അങ്ങനെ തന്നെ. ഓക്കെ, ഇനി അടുത്ത ഇത് രണ്ടുമാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വ്യത്യാസം എന്നത് ഓക്കെ വാട്ട് ഐ വാസ് ഡൂയിങ് ആൻഡ് വാട്ട് വാസ് ഐ ഡൂയിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസുകളുടെ സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. ഇവിടെ നമ്മൾ ഒരു WH വേർഡിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇവിടെ സ്ട്രക്ചർ വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ് വന്നിട്ടുണ്ട്, ആറ് വന്നിട്ടുണ്ട് അല്ലേ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത വേർബ് ഡൂയിങ് എന്ന് പറഞ്ഞ വേർബ് വന്നിട്ടുണ്ട്. ഇതാണ് സ്ട്രക്ചർ. അതായത് വേർബ് ഫോളോഡ് ബൈ സബ്ജക്റ്റ് എന്നുള്ള സ്ട്രക്ചറാണ് വന്നേക്കുന്നത് ഇവിടെ വന്നേക്കുന്നത്. അവർ നമ്മളതിനെ ഇൻഡയറക്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഫോർത്ത് പോയിൻ്റായിട്ട് പറഞ്ഞു, നമ്മൾ അസേർട്ടീവ് സെൻറ്റൻസുകളുടെ സ്ട്രക്ചർ അതായത് സബ്ജക്റ്റ് ഫോളോഡ് ബൈ വേർബ് എന്നുള്ള ആ സ്ട്രക്ചറിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നോക്കാം, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് കേസിലും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സബ്ജക്റ്റായിട്ട് വന്നേക്കുന്നത് ഐ ആണ്, അത് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്തേക്കണതാണ് വേർബ്. അതായത് ഇവിടെയാണ് കറക്റ്റ് സ്ട്രക്ചർ. നമ്മൾ ഇൻഡയറക്റ്റ് ഫോമിലോട്ട് ആക്കുമ്പോഴത്തേക്കും സബ്ജക്റ്റ് ഫോളോഡ് ബൈ വേർബ് എന്നുള്ള ആ സ്ട്രക്ചർ വരണം. അപ്പോൾ ഇവിടെ അതാണ് കറക്റ്റായിട്ട് വന്നേക്കണം. ഇവിടെ നോക്കുമ്പോൾ എഗെയിൻ ഇവിടെ എന്താണ് വേർബാണ് ഫസ്റ്റ് വന്നേക്കുന്നത്, ആ ഹെൽപ്പിംഗ് വേർബാണ് ഫസ്റ്റ് വന്നേക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ അത് കാരണം തെറ്റായി മാറും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അതൊരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. പക്ഷേ എഗെയിൻ നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ദാറ്റ് എന്ന് പറഞ്ഞ വാക്ക് വന്നിട്ടുണ്ട് അല്ലേ, അത് കാരണം ഈ ഓപ്ഷൻ 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസുകളിനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതായത് ഇവിടെ WH വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസുകളാണെങ്കിൽ ഇവിടെ നമ്മൾ ആസ്റ്റ് മീ കഴിഞ്ഞിട്ട് ദാറ്റ് എന്ന് പറഞ്ഞ വേർഡ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വാട്ട് എന്ന് പറഞ്ഞ വേർഡ് തന്നെ ഈ രണ്ട് ക്ലോസുകളിനെ കണക്ട് ചെയ്തോളും. അപ്പോൾ നമ്മൾ ദാറ്റ് എന്ന് പറഞ്ഞ എക്സ്ട്രാ ഒരു വേർഡ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് വെച്ച് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട് ഈ ഓരോ കൺവേർഷൻ ഉള്ളത്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ജസ്റ്റ് നോക്കി തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ 1 എങ്ങനെയാണ് കറക്റ്റ് ആയെന്നുള്ളത്. അഗെയിൻ പിന്നെ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ
ഇവിടെ യൂസ് ചെയ്ത പ്രൊനൗൺ യു ആണ് വന്നേക്കുന്നത്. അതിവിടെ വന്നപ്പോൾ ഐ ആയി. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റൂളുണ്ട്, SO എന്ന് പറഞ്ഞ റൂൾ. അതായത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് വേർബ്, ഈ റിപ്പോർട്ടഡ് ക്ലോസിൽ ബേസിക്കലി ഫസ്റ്റ് വേർബ്, അതായത് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ആണ് വന്നെങ്കിൽ അത് സബ്ജക്റ്റിൻ്റെ ബേസിൽ ചേഞ്ച് ആവും. സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ ആണ് വന്നെങ്കിൽ അത് ഒബ്ജക്റ്റിൻ്റെ ബേസിസിൽ ചേഞ്ച് ആവും. ഇവിടെ നോ ചേഞ്ച് വന്നത് ലൈക്ക് തേർഡ് ഫോം ഓഫ് ദി വേർബാണ് വന്നെങ്കിൽ, തേർഡ് പ്രൊനൗൺ ആണ് വന്നെങ്കിൽ, തേർഡ് പേഴ്സൺ പ്രൊനൗൺ ആണ് വന്നെങ്കിൽ അത് അവിടെ നോ ചേഞ്ച് ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ ആണ് യു ആണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ യു എന്തിൻ്റെ ബേസിൽ ചേഞ്ച് ആവും? ഒബ്ജക്റ്റിൻ്റെ ബേസിസിലാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മീ ആണ് അല്ലേ. അപ്പോൾ മീ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ഇവിടെ നമ്മൾ മീയുടെ സബ്ജക്റ്റീവ് കേസ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അത് ഐ ആണ് വന്നത്, കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ അല്ലേ. അപ്പോൾ സബ്ജക്റ്റീവ് കേസ്, അപ്പോൾ നോമിനേറ്റീവ് കേസ് യൂസ് ചെയ്യണം. അതായത് മീയുടെ കറസ്പോണ്ടിങ് വന്നത് ഐ ആണ്, അതാണ് അവിടെ ഐ വന്നത്. അപ്പോൾ എൻറ്റയർ റൂൾസ് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് വെച്ച് തന്നെ, പല കേസസ് വെച്ച് തന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അടുത്തത് സെലക്ട് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ പത്തറ്റിക് എന്ന് പറഞ്ഞ വേർഡാണ്. നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള വേർഡാണ്. പത്തറ്റിക് എന്ന് പറഞ്ഞാൽ ലൈക്ക് ദയനീയമായ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ, ആ ഒരു മീനിങ് ആണ്. അത് ദയനീയമായ, ഇപ്പോൾ പത്തറ്റിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ദയനീയമായ സിറ്റുവേഷൻ, ആ ഒരു മീനിങ് ആണ് പത്തറ്റിക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ഇവിടെ ചോദിച്ചേക്കുന്നത് സിനോണിമാണ്. സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ഉള്ള വേർഡ്സ് അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡ്സ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പത്തറ്റിക് എന്ന് പറഞ്ഞാൽ ദയനീയമായ അല്ലെങ്കിൽ വളരെ ലൈക്ക് പരിതാപകരമായ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ, പരിതാപകരം എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ഇതിന് പത്തറ്റിക് എന്ന് പറഞ്ഞ വേർഡ്. അപ്പോൾ ഫസ്റ്റ് വേർഡ് ക്യൂരിയസ് എന്നാണ്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു കാര്യം അറിയാനുള്ള ഈഗർനെസ്സിനാണ് നമ്മൾ ക്യൂരിയസിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ക്യൂരിയസ് എന്ന് പറഞ്ഞ വേർഡ് അല്ല കറക്റ്റ്. അതുകൊണ്ട് സെക്കൻഡ് വേർഡ് പിറ്റിഫുൾ ആണ്. പിറ്റിഫുൾ എന്ന് പറഞ്ഞാൽ അഗെയിൻ സിമിലർ മീനിങ് ആയിട്ട് വരും അല്ലേ. അതായത് സെയിം മീനിങ്, അതായത് പരിതാപകരമായ അല്ലെങ്കിൽ ലൈക്ക് സിമ്പതി ഉളവാക്കുന്ന എന്നുള്ളൊരു മീനിങ് പിറ്റിഫുൾ എന്ന് പറയുന്നത്. അപ്പോൾ പത്തറ്റിക്കും പിറ്റിഫുളും സിമിലർ മീനിങ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ തേർഡ് വേർഡ് ഡള്ള്, നമുക്കറിയാവുന്ന വേർഡാണ്. പിന്നെ ഫോർത്ത് വേർഡാണ് ഇൻസിഗ്നിഫിക്കൻറ്റ്. ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഇന്നെന്ന് പറഞ്ഞ പ്രിഫിക്സ് ഒരു വേർഡിന് മുന്നേ വന്നതിന് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നോട്ട് എന്നുള്ളൊരു മീനിങ് തരും. അതായത് നോട്ട് സിഗ്നിഫിക്കൻ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മീനിങ്. അപ്പം നോട്ട് സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുമ്പോൾ നോട്ട് ഇമ്പോർട്ടൻറ്റ്, അതായത് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നിസ്സാരമായ കാര്യങ്ങൾ, ഒരു ഇവൻറ്റിൽ ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കേസ്. അപ്പോൾ ഈ എല്ലാ വേർഡ്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഓക്കെ, അഗെയിൻ സെലക്ട് ദ ആൻറ്റണിം ഓഫ് ദ ഗിവൺ വേർഡ്. ഓക്കെ, അപ്പോൾ ആൻറ്റണിം എന്ന് പറഞ്ഞാൽ അഗെയിൻ ഓപ്പോസിറ്റ് മീനിങ് തന്നെ വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വേർഡ് എന്ന് പറഞ്ഞാൽ ഹിലേരിയസ് എന്ന് പറഞ്ഞ വേർഡാണ്. ഹിലേരിയസ് എന്ന് നമുക്കറിയാം ലൈക്ക് വെരി ഫണ്ണി എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. വെരി ഫണ്ണി എന്നുള്ളൊരു മീനിങ്, വെരി ഫണ്ണി എന്നുള്ള മീനിങ് ആണ് ഹിലേരിയസ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ. അപ്പോൾ കറസ്പോണ്ടിങ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ വേർഡ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആട്ടോ. ബ്ലൈത്ത് എന്നാണ് ഫസ്റ്റ് വേർഡ്. ബ്ലൈത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അഗെയിൻ ഫണി, ചിയർഫുൾ എന്നുള്ളൊരു മീനിങ് ആണ് ബ്ലൈത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു നെഗറ്റീവ് കണ്ണോട്ടേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ചിയർഫുൾ ആൻഡ് ഇൻഡിഫറൻറ്റ് എന്നാണ് പറയുന്നത് ബേസിക്കലി. ഓൾദോ ചിയർഫുൾ ആൻഡ് ഫണ്ണി ആണെങ്കിലും മീനിങ് അതാണെങ്കിലും പക്ഷേ അതിനൊരു നെഗറ്റീവ് കണ്ണോട്ടേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അസ്ഥാനത്ത് നമ്മൾ ചിയർഫുൾ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക, ആ ഒരു അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് കെയർ ഫ്രീ ആയിട്ട് നടക്കുക എന്ന് പറയില്ലേ. ഈവൺ ഇഫ് ദ സിറ്റുവേഷൻ ഇസ് ബാഡ്, ഇപ്പോൾ നമ്മളൊരു സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് പോകണമെങ്കിലും ലൈക്ക് അതൊക്കെ ഡിസ്റിഗാർഡ് ചെയ്ത് ലൈക്ക് ചിയർഫുള്ളായിട്ട് ലൈക്ക് കെയർ ഫ്രീ ആയിട്ട് നടക്കുന്ന ആ ഒരു സെൻസിലാണ് ഈ ബ്ലൈത്ത് എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ഇതൊരു നെഗറ്റീവ് കണ്ണോട്ടേഷനുള്ള ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ചിയർഫുൾനെസ് ആണ് പറയുന്നത്. അതായത് പോസിറ്റീവ് അല്ല ഈ വേർഡ്. ഓക്കെ, അടുത്ത വാക്ക് ഹാപ്പി നമുക്കറിയാവുന്നതാണ്. പിന്നെ തേർഡ് വേർഡ് സാഡ്. ഓക്കെ, സാഡാണ് ഒബ്വിയസ്ലി. അപ്പോൾ ഹിലേരിയസിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഓപ്പോസിറ്റ് മീനിങ് വന്ന ഒരു വാക്കാണ് സാഡ് എന്നുള്ളത് അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ വെരി ഫണ്ണി എന്നുള്ളൊരു മീനിങ് ആണ്.
ഫോർത്ത് വേർഡ് എന്ന് പറഞ്ഞാൽ മെറി എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, ആ സെയിം മീനിങ് തന്നെയാണ് വന്നത്. ഇതിൽ ആൻറ്റണിമായിട്ട് വന്ന വേർഡ് സാഡാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി അണ്ടർലൈൻ വേർഡ് ഓഫ് ദി ഗിവൺ സെൻറ്റൻസ്. ഇഫ് നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് റിക്വയർഡ് സെലക്ട് നോ ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ അപ്പോൾ വേർഡ് സെൻറ്റൻസ് വായിക്കാം. ദർ ഇസ് നോ ഗ്രേഡ് ഡീഗ്രേഡ് ഇൻ വാല്യൂസ് ഇൻ മോഡേൺ ഏജ്. അപ്പോൾ പറയണത്, അപ്പോൾ ഇവിടെയാണ് ചേഞ്ച് വരുന്നതുകൊണ്ട് നോക്കണ്ട. അപ്പോൾ തന്നെ നമുക്ക് ഗ്രാമറിൻ്റെ ചെറിയ റൂൾസൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എ എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ് വന്നേക്കണം. അപ്പോൾ ആർട്ടിക്കിൾ നൗൺ ഷുഡ് ഓൾവേസ് ബി ആർട്ടിക്കിൾ ഷുഡ് ബി ഫോളോഡ് ബൈ എ നൗൺ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗ്രേറ്റ് എന്ന് പറഞ്ഞ ഒരു അഡ്ജക്റ്റീവായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഒരു നൗണാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഡീഗ്രേഡ് എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു വേർബാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം കറക്റ്റായിട്ട് വന്നത്? ദർ ഇസ് എ ഗ്രേറ്റ് ഡീഗ്രഡേഷൻ ഇൻ ദ വാല്യൂസ് ഇൻ ദ മോഡേൺ ഏജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡീഗ്രഡേഷൻ ഇതാണ് കറക്റ്റായിട്ടുള്ള വേർഡ്. അതായത് മോഡേൺ ആധുനിക സമൂഹത്തിൽ അല്ലെങ്കിൽ ആദിമ സമയത്ത് ലൈക്ക് വാല്യൂസിന് ശോഷണം അല്ലെങ്കിൽ മൂല്യശോഷണം ഉണ്ടാവണം എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു മീനിങ് തന്നെയാണ്, ആ ഒരു മീനിങ് തന്നെ സെൻറ്റൻസ് തന്നെയാണ് ഇത്. ദർ ഇസ് എ ഗ്രേറ്റ് ഡീഗ്രഡേഷൻ ഇൻ വാല്യൂസ് ഇൻ മോഡേൺ ഏജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഡീഗ്രഡേഷൻ എന്ന് തന്നെ കറക്റ്റ് യൂസേജ്. ബാക്കിയുള്ള വേർഡ്സൊക്കെ അറിയാമെന്ന് വിചാരിക്കും. ഡെലിബറേഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ കുറേ കൺസിഡർ ചെയ്ത് കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുന്നതിനാണ് ഡെലിബറേഷൻ എന്ന് പറയുന്നത്. ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു എന്നൊക്കെ പറയില്ല, അത് ഡിസ്പ്ലേ ചെയ്തു അല്ലെങ്കിൽ അത് കാണിച്ചു എന്നുള്ളൊരു മീനിങ്. അത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിക്കുക എന്നുള്ളൊരു മീനിങ്ങാണ് ഡെമോൺസ്ട്രേഷൻ. പക്ഷേ അതൊന്നും ഇവിടെ സ്യൂട്ടബിളായിട്ട് തന്നെ വാക്കുകളല്ല, അത് തെറ്റാണത്. അടുത്തത്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇറ്റ് ഈസ് ആൻഡ് ഡാഷ് ഡേ ടു സ്റ്റാർട്ട് യുവർ ന്യൂ ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടതെന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ ഒരു ലൈക്ക് ഈ വവൽ സൗണ്ട് ആയിരിക്കണം വന്നത്. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ആനാണ് വന്നേക്കണം. ഫസ്റ്റ് വാക്ക് ഒക്കേഷണൽ എന്നുള്ളൊരു മീനിങ് ആണ്. അഗെയിൻ ഇവിടെ വരേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കണം വരേണ്ടത്. ഇവിടെ നൗണാണ്, ആൻ വന്നിട്ടുണ്ട്. ഷുഡ് ബി ഡേ ആണ് ഫോളോ ചെയ്യുന്ന നൗൺ. ഇതിന് പ്രീവിയസ്ലി അഡ്ജക്റ്റീവാണ് വന്നത്. നമുക്ക് ഫസ്റ്റ് ഒക്കേഷണൽ എന്ന് പറഞ്ഞ വാക്കാണ്. ഒക്കേഷണൽ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അത് ഒരു കറക്റ്റ് മീനിങ് തന്നെയല്ല, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. അടുത്ത ഓസ്പീഷ്യസ് എന്ന് പറഞ്ഞ വാക്കാണ്. ഓക്കെ, ഓസ്പീഷ്യസ് ആണ് കറക്റ്റ് വേർഡ്. അതായത് ഇറ്റ് ഈസ് ആൻ ഓസ്പീഷ്യസ് ഡേ ടു സ്റ്റാർട്ട് യുവർ ന്യൂ ബിസിനസ്. ഓസ്പീഷ്യസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ അല്ലെങ്കിൽ റൈറ്റ് ടൈം എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് ഓസ്പീഷ്യസ് എന്ന് പറഞ്ഞ വാക്കിന് മീനിങ്. അപ്പോൾ അതായത് ഫേവറബിൾ ഔട്ട്കം സക്സസ് വരാനുള്ള ചാൻസ് ഉള്ള ടൈം, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് ഈ ഓസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ. ഫേവറബിൾ എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഓസ്പീഷ്യസ് ഡേ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫേവറബിൾ ഡേ ടു സ്റ്റാർട്ട് യുവർ ന്യൂ ബിസിനസ് എന്നാണ് പറയുന്നത്. ഇത് കറക്റ്റായിട്ടുള്ള യൂസേജ് ആണ്. സെക്കൻഡ്, ഓമിനസ് എന്ന് പറഞ്ഞ വേർഡ്. ഓമിനസ് എന്ന് പറഞ്ഞ വേർഡ് നെഗറ്റീവ് വേർഡാണ്. അതിൽ പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓമൻ എന്നൊക്കെ കേട്ടില്ലേ, അതായത് ഒരു ഓമിനസ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ബാഡായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതിയില്ലേ, അതിനാണ് ഓമിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഓമിനസ് ഡേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലൈക്ക് ബാഡ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ആ ഇംപ്രഷൻ തന്നെ ആ ഒരു ദിവസം എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വേർഡൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് യൂഷ്വലി എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇതും ചോദിക്കുന്നതാണ്. അപ്പോൾ ഫോർത്ത് വേർഡ് എന്ന് പറഞ്ഞാൽ ഒഡേഷ്യസ് എന്ന് പറഞ്ഞ വേർഡാണ്. ഒഡേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് വെരി ബോൾഡായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഒഡേഷ്യസ് എന്ന് പറയും. ഓൾസോ ഇതിന് ഒരു നെഗറ്റീവ് കണ്ണറ്റേഷൻ വരും, അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വരും. ഒഡേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഒഡേഷ്യസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഒരാൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ സമയത്ത് ഒരു സ്റ്റുഡൻറ്റ് ഉറങ്ങുവാണെങ്കിൽ നമ്മൾ വിൽ സേ ഇറ്റ്സ് എൻ ഒഡേഷ്യസ് ആക്ട്. അല്ലെങ്കിൽ അതായത് ഒരു ഡിസ്റെസ്പെക്റ്റ്ഫുൾ അല്ലെങ്കിൽ ധിക്കാരം എന്നുള്ള ഒരു മീനിങ്, ആ ഒരു സെൻസ് തന്നെ വാക്കാണ് ഒഡേഷ്യസ് എന്ന വാക്ക്. അത് മാത്രമല്ല വെരി ബോൾഡ് എന്നുള്ളൊരു മീനിങ്ങും ഉണ്ട് ഈ ഒഡേഷ്യസ് എന്ന വാക്ക്. ഈ വേർഡ്സ് എല്ലാം നോട്ട് ചെയ്യണം, കാരണം മേ ബി ലൈക്ക് നെക്സ്റ്റ് എക്സാമിന് ഈ വേർഡ്സൊക്കെ തന്നെ ആയിരിക്കും വീണ്ടും ചോദിക്കുന്നത്. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ക്ലോസ് ടെസ്റ്റ് ആണ്. ഇൻ ദ ഫോളോയിങ് പാസേജ് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഫോർ ഈച്ച് ബ്ലാങ്ക്. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കാം. മെഷീൻസ് വെയർ മെയ്ഡ് ടു ബി മാൻസ് സെർവൻറ്റ്. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. അതായത് മെഷീൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മാൻ്റെ നീഡ്സ് അല്ലെങ്കിൽ സർവീസ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് മെഷീൻസ് എന്നാണ് ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത്. അപ്പോൾ അടുത്ത സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതായത് മെഷീൻസ് ആർ മെയ്ഡ് ടു സെർവ് മാൻ. പക്ഷെ അടുത്ത സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് യെറ്റ് എന്ന് പറഞ്ഞ വാക്ക് വെച്ചാണ്, അല്ലേ, ഒരു വേർഡ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ, അതായത് ഇപ്പോൾ ഇത് പറഞ്ഞെങ്കിലും പക്ഷേ എന്നുള്ളൊരു മീനിങ് ആണ്. അതായത്
ഈ പറഞ്ഞേക്കണതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത വന്ന സെൻറ്റൻസ്, അല്ലെങ്കിൽ ആ ഒരു ഡിഫറെൻറ്റ് സെൻസ് ആയിരിക്കും, ഇതിൽ നിന്ന് ഡിഫറെൻറ്റ് സെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് ലൈക്ക് ഓപ്പോസിറ്റ് സെൻസ് ആയിരിക്കും അടുത്ത സെൻറ്റൻസ് പറയണതെന്നാണ് യെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ മീനിങ്. ആണെങ്കിലും യെറ്റ് മാൻ ഹാസ് ഗ്രോൺ സോ ഡാഷ് ഓൺ ദം ദാറ്റ് ദേ ആർ ഇൻ എ ഫെയർ വേ ടു ബിക്കം ഹാസ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് കറസ്പോണ്ടിങ്, ഇവിടുത്തെ ബ്ലാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ മാൻ ഹാസ് ഗ്രോൺ സോ. ഓക്കെ, ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് എന്നുള്ള വേർഡാണ്, അപ്പോൾ അത് കറക്റ്റായിട്ട് ഒരു മീനിങ് വരുന്നുണ്ട്. മാൻ ഹാസ് ഗ്രോൺ സോ ഡിപ്പെൻഡൻറ്റ് ഓൺ ദം. അപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് മെഷീൻസിന് ഓവറായിട്ട് ലൈക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാൻ ഹാസ് ബിക്കം ഡിപ്പെൻഡൻറ്റ് ഓൺ മെഷീൻസ് എന്നാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് വേർഡ് ആണെങ്കിൽ ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ ലൈക്ക് താഴെ എന്നുള്ളൊരു മീനിങ്. മാൻ ഹാസ് ഗ്രോൺ സോ ഇൻഫീരിയർ ഓൺ ദം. ഓക്കെ, അത് തെറ്റാണ്, അങ്ങനത്തെ ഒരു മെസ്സേജ് അല്ല ഇവിടെ വരുന്നത്. സബോർഡിനേറ്റും എഗെയിൻ വരില്ല, ഹെൽപ്ലെസ്സും വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ള വേർഡ് ഡിപ്പെൻഡൻ്റ് എന്നുള്ള വേർഡാണ്. ഓക്കെ, അതുകൊണ്ട് പറയണത് ദാറ്റ് ക്ലോസിൽ പറയണത് ദാറ്റ് ദേ ആർ ഇൻ എ ഫെയർ വേ ടു ബിക്കം ഹെസ്. ഓക്കെ, ഇവിടെ എന്താണ് വരേണ്ടതെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മെൻ്റെ സെർവൻ്റ് ആണ് മെഷീൻസ് എന്നാണ്. അപ്പോൾ യെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത കാരണം അത് ഓപ്പോസിറ്റ് മീനിങ് ഉള്ള സെർവൻ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്ത് വരും, ആ ഒരു മീനിങ് തന്നെ ഒരു വേർഡ് ആയിരിക്കണം തന്നെ. നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നാണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ലൈക്ക് ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ലൈക്ക് IAS ഓഫീസേഴ്സൊക്കെ, അതായത് ഒരു ഡിസ്ട്രിക്റ്റ് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഇവൻറ്റ്സ് എല്ലാം മാനേജ് ചെയ്യുന്ന അങ്ങനെ ഉള്ളവരാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റാണ്, കറക്റ്റായിട്ടുള്ള വേർഡാണ് മാസ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ മെൻ ഹാസ് ഗ്രോൺ സോ ഡിപ്പെൻഡൻ്റ് ഓൺ ദം ഇൻ എ വേ ലൈക്ക് കറൻ്റ്ലി ഇപ്പോൾ മെഷീൻസാണ് അവരുടെ മാസ്റ്റേഴ്സായിട്ട് വന്നതെന്നാണ് പറയണത്. കാരണം മെഷീൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് മെൻ വർക്ക് ചെയ്യണം. നേരെ തിരിച്ച് മാൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് മെഷീൻസിന് ഉണ്ടാക്കിയത്, പക്ഷേ ഇപ്പോൾ കുറേ ഓവർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നേരെ തിരിച്ചാണ്. മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയ കാരണം നൗ മെഷീൻസ് ആർ ബിക്കമിങ് ദ മാസ്റ്റേഴ്സ് ഓഫ് മാൻ. അങ്ങനെയാണ് ഈ ഒരു പാസേജ് പോണത്. ഇവിടെ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് വായിക്കും. Already men spend most of their lives looking after and waiting dash machines. ഓക്കെ, അതായത് ഫിഗറേറ്റീവ്ലി പറയണതാണ് ലൈക്ക് മെൻ ലൈക്ക് സ്പെൻഡ് അല്ലെങ്കിൽ കുറേ ടൈം മെൻ ആക്ച്വലി ഇപ്പോൾ മെഷീൻസ് ഉണ്ടാക്കാനും അതിൻ്റെ ലൈക്ക് അതിൻ്റെ റിപ്പയറും അങ്ങനെ പല കാര്യത്തിനായിട്ട് ലൈക്ക് മെഷീൻസ് നോക്കിക്കൊണ്ടിരിക്കണതാണല്ലോ മെൻ. ഇപ്പോൾ ഒരു കാർ മേടിച്ചാൽ തന്നെ കാറിൻ്റെ എല്ലാ കാര്യങ്ങളും ലൈക്ക് മെൻ നോക്കുവാണല്ലോ. ലൈക്ക് ഫസ്റ്റ് അതിൻ്റെ റിപ്പയർ, അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്, അങ്ങനെ എല്ലാം ലൈക്ക് മെൻ ആർ സ്പെൻഡിങ് മോസ്റ്റ് ഓഫ് ദ ടൈം ഫോർ ലൈക്ക് മെഷീൻസ് അല്ലേ. മെഷീൻസിൻ്റെ ലൈക്ക് പ്രോപ്പർ റണ്ണിങ്ങിന് വേണ്ടി ആണ് മെൻ ഇപ്പോൾ സ്പെൻഡിങ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഓക്കെ, അപ്പോൾ ആ ഒരു മീനിങ്ങിൽ തന്നെയാണ് ഇവിടെ ഒരു ലിറ്ററലി എടുക്കേണ്ട ആവശ്യമില്ല. ലവ്സ് ലുക്കിംഗ് ആഫ്റ്റർ എന്നല്ല, ഫിഗറേറ്റീവ്ലി പറയണതാണ് ലൈക്ക് മെഷീൻസിൻ്റെ ലൈക്ക് പ്രൊഡക്ഷനും അതിൻ്റെ ഒരു പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയാണ് മെൻ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം അല്ലേ. അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മുടെ ടെക്നോളജി വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വെയിറ്റിംഗ് ഫ്രം മെഷീൻസ് അല്ല, ഇൻ ടു മെഷീൻസ് അല്ല, അണ്ടർ മെഷീൻസ് ഓക്കെ അല്ല, വെയിറ്റിംഗ് അണ്ടർ മെഷീൻസ് അല്ല, വെയിറ്റിംഗ് അപ്പോൺ മെഷീൻസ് എന്നാണ് പറയുന്നത്. അതായത് വെയിറ്റ് ചെയ്യണം, മെഷീൻസിൻ്റെ പുറകെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേന്നാണ് പറയുന്നത്. ജസ്റ്റ് ഫിഗറേറ്റീവ്ലി അത് ലിറ്ററലി എടുക്കേണ്ട, ഫിഗറേറ്റീവ്ലി അത് മനസ്സിലാക്കിയാൽ മതി. അപ്പം മെഷീൻ അപ്പോൾ ഈ ഇവിടെ വരുന്നത് അപ്പോൺ എന്ന് പറഞ്ഞ പ്രപ്പസിഷനാണ് വന്നത്. ബാക്കിയുള്ള പ്രപ്പസിഷൻസ് ഒന്നും ലൈക്ക് കറക്റ്റായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ മെഷീൻസ് ആർ വെരി സ്റ്റേൺ ബോസസ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് പറയുന്നത് ഓക്കെ വെരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബോസസ് ആണ് മെഷീൻസ് എന്ന് പറയുന്നത്. കാരണം അത് എന്നിട്ട് പിന്നെ ആ ഒരു സെൻറ്റൻസിനെ ഇവർ ലൈക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് അടുത്ത സെൻറ്റൻസ് പറയുന്നത്. ദേ മസ്റ്റ് ബി ഫെഡ് വിത്ത് കോൾ. ഓക്കെ, അതായത് അവരൊരു സ്ട്രിക്റ്റ് ബോസസ് ആണ്, എന്നിട്ട് ദേ മസ്റ്റ് ബി ഫെഡ് വിത്ത് കോൾ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും മസ്റ്റ് ബി ഫെഡ് എന്നാണ് പറയുന്നത്. അതായത് ഒരു മോഡൽ വന്നിട്ടുണ്ട്, അതിൻ്റെ ബി വന്നിട്ടുണ്ട്, അതുകൊണ്ട് V3 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മോഡൽ V3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മറ്റേ പാസീവ് സെൻറ്റൻസിൻ്റെ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ ഇവിടെ ബേസിക്കലി വരേണ്ട വേർബ്സ് എല്ലാം ലൈക്ക് V3 വരേണ്ടത്. അപ്പോൾ ദേ മസ്റ്റ് ബി ഫെഡ്. ഓക്കെ, ഈ ഒരു പോയിന്റ് നമുക്ക് ഫെഡ് എന്ന് പറയുമ്പോൾ V3 ആണ് വന്നേക്കണം. വിത്ത് കോൾ ആൻഡ് ഡാഷ് പെട്രോൾ ടു ഡ്രിങ്ക്. ഓക്കെ, ആൻഡ് അപ്പോൾ അടുത്ത എഗെയിൻ നമുക്കിവിടെ ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് കാരണം അടുത്ത വേർബ് എന്ത് വരണം, അതും V3 തന്നെ വരണം. അപ്പോൾ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഓക്കെ ഗീവ് ആണ്. ഓക്കെ, ഗിവൺ എന്ന് വരും. ഓക്കെ, ആൻഡ് ഗിവൺ പെട്രോൾ ടു ഡ്രിങ്ക്. അപ്പോൾ ഇതൊരു പാസീവ് സ്ട്രക്ചർ, പാസീവ്
ഇതിലുള്ള വോയിസിലുള്ള സെൻറ്റൻസ് ആയതാണ് നമ്മളിവിടെ V3 യൂസ് ചെയ്യണം. ഗിവൻ പെട്രോൾ ടു ഡ്രിങ്ക് ആൻഡ് ഓയിൽ ടു വാഷ് വെത്ത് ആൻഡ് മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് ആൻ. ഓക്കെ, അടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, they must be fed with coal and given petrol to drink and oil to wash with and must be kept at an. ഓക്കെ, ഇവിടെ എന്താണ് വരേണ്ടതെന്നാണ് ചോദിച്ചത്. അപ്പോൾ കെപ്റ്റ് അറ്റ് ആൻ ഡാഷ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വെച്ചാൽ ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒബ്സലീറ്റ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂസ് ഇല്ലാത്ത, അപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനം എന്ന് പറയില്ലേ. അപ്പോൾ ഇതെന്തായാലും വരില്ല. കെപ്റ്റ് അറ്റ് ആൻ ഔട്ട്ഡേറ്റഡ് ടെമ്പറേച്ചർ എന്ന് പറയില്ലല്ലോ. ഓപ്ഷണലും അല്ല. ഒപ്റ്റിമിസ്റ്റിക് ഒരിക്കലും വരില്ല. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് വരില്ല. ഇതൊരു നൗണാണ് അല്ലേ. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കെപ്റ്റ് അറ്റ് ആൻ ഇവിടെ വരേണ്ടത് ഒരു അഡ്ജക്റ്റീവാണ് വരേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, അതായിട്ട് ഒരു ബ്ലാങ്ക് ഉണ്ട്, അതായിട്ട് ഒരു നൗണാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബിഫോർ അഡ്ജക്റ്റീവാണ് വരേണ്ടത്. ഫോർത്ത് എന്ന് പറയുമ്പോൾ ഒപ്റ്റിമം. ഓക്കെ, ഒപ്റ്റിമം കറക്റ്റ് വേർഡാണ്. ടു വാഷ് വിത്ത് ആൻഡ് മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് ആൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ആ കീപ്പ് ചെയ്യേണ്ട ടെമ്പറേച്ചർ. ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ ഐഡിയൽ ടെമ്പറേച്ചർ നമുക്ക് പറയാമല്ലോ. ആ ഒരു മീനിങ് ആണ് ഒപ്റ്റിമം എന്ന് പറഞ്ഞ വാക്കിന് തന്നെ. അപ്പോൾ ഇതാണ് കറക്റ്റ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. 5th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി 12th ക്വസ്റ്റ്യൻ. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് ആക്റ്റീവ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ് എന്നാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പാസീവ് ഫോമിലെ സെൻറ്റൻസ് ആണ് തന്നേക്കുന്നത്. അതിൻ്റെ ആക്റ്റീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനും കുറച്ച് റൂൾസും കുറച്ച് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷൻസ് നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ബേസിക്കലി ആക്റ്റീവിൽ നിന്ന് പാസീവിലോട്ട് ആക്കുമ്പോഴും സംഭവിക്കണമെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ചെയ്യും. പക്ഷേ ടെൻസ് അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ആ 2 ബേസിക് റൂൾസ് അറിഞ്ഞിരുന്നാൽ മതി മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? തീഫാണ് അല്ലേ. ഇവിടെ മെയിൻ വേർബ് വന്നേക്കുന്നത് വാസ് ആണ്. വാസ് ബീയിങ് അറസ്റ്റഡ് എന്നുള്ള വേർബ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് ബിഫോർ വന്നേക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ തീഫാണ്. അപ്പോൾ നമ്മുടെ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തീഫായിരിക്കും. പിന്നെ ഇവിടെ ഒബ്ജക്റ്റായിട്ട് വന്നേക്കുന്നത് പോലീസാണ്. അപ്പോൾ ഇവിടുത്തെ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പോലീസായിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി നോക്കാം. ഓക്കെ, ഇവിടെ എല്ലാം പോലീസാണ് സബ്ജക്റ്റ്, തീഫാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സെയിം ടെൻസ് തന്നെ ആയിരിക്കും ആക്റ്റീവ് ടു പാസീവും പാസീവ് ടു ആക്റ്റീവ് കൺവേർഷൻ ചെയ്യപ്പെടും. അപ്പോൾ ഇവിടുത്തെ ടെൻസ് എന്താണെന്ന് അറിയണം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ തീഫ് വാസ് ബീയിങ് അറസ്റ്റഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി പാസീവ് വോയിസിൽ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് ആണിത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത്. അതായത് വാസ് പ്ലസ് ബി പ്ലസ് ing. ബിയുടെ ing ഫോം ആണ് ബീയിങ് എന്ന് പറഞ്ഞത്. ആക്ച്വലി ബി പ്ലസ് ing ആണ് ബീയിങ് എന്ന് പറയുന്നത്. പിന്നെ V3. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പാസീവ് വോയിസിൽ പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് വന്ന കാരണം പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ആക്റ്റീവ് വോയിസിലെ ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി എവിടെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് വന്നേക്കണമെന്നുള്ളത്. ദ പോലീസ് വാസ് അറസ്റ്റിംഗ് ദ തീഫ്. ഓക്കെ, ഇതായിരിക്കും അപ്പോൾ കറക്റ്റ് ആൻസർ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് 1 വേർഡ് ഫോർ ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഓക്കെ, അതായത് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എ പീരീഡ് ഓഫ് 10 years ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം അതിൻ്റെ ആൻസർ ഡെക്കേഡാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഓരോ വേർഡ് അറിഞ്ഞിരിക്കണം. പക്ഷേ ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞാൽ എ പീരീഡ് ഓഫ് 14 days എന്നാണ്. 14 days ഓർ 2 weeks എന്ന് പറയും. അതാണ് ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ സെഞ്ചുറി എന്ന് പറയുമ്പോൾ 100 years ആണ്, പീരീഡ് ഓഫ് 100 years. മിലനിയം എന്ന് പറയുമ്പോൾ പീരീഡ് ഓഫ് 1000 years. ഇതാണ് മിലനിയം എന്ന് പറയുന്നത്. അതൊക്കെ എളുപ്പമാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് given below are 4 jumbled sentences. Out of the given option, pick the one that gives the correct order. ഓക്കെ, നമുക്ക് ജംപിൾഡ് സെൻറ്റൻസസ് ആണ് തന്നേക്കുന്നത്. അത് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ ജംപിൾഡ് സെൻറ്റൻസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ജംപിൾഡ് സെൻറ്റൻസ് തന്നേക്കണതിൽ ഫസ്റ്റ് ആക്ച്വലി നമ്മൾ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് വരേണ്ടതെന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിരിക്കണം. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആ ഒരു സെൻറ്റൻസ് ഇതൊരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ളൊരു സാധനം അല്ലെങ്കിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. അതായത് പ്രീവിയസ്ലി ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. അല്ലെങ്കിൽ അതായത് ഒരു ഡിപ്പെൻഡൻസി പാടില്ല, വേറൊരു സെൻറ്റൻസ് ആയിട്ടൊരു ഡിപ്പെൻഡൻസി പാടില്ല.
ഈ ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് വന്നത്. അപ്പോൾ അത് ജനറലി അതെന്താ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ടറി എന്തെങ്കിലും കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണതോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു സെൻറ്റൻസ് ആയിരിക്കണം. അപ്പോൾ അതാണ് പ്രൈമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സെൻറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ. ആൻഡ് അഗെയിൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസും യൂസ് ചെയ്യാം, ഏത് കറക്റ്റ് ഓർഡറിൽ കിട്ടിയെന്നുള്ളതും കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല വേറെ കുറച്ച് ട്രിക്സ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ബേസിക് ഈ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് പോവാം. ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് ആണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതായിരിക്കണം. അതായത് ഏതൊരു ജനറൽ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ടറി അങ്ങനത്തെ ഒരു ഫോമാറ്റിലുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കണം. ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചു നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞാൽ നവേർത്തലെസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനത്തെ വേർഡ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണത് ഫസ്റ്റ് സെൻറ്റൻസ് ഒരിക്കലും ആകില്ല. നവേർത്തലെസ് എന്ന് പറയുന്നത് എന്താണ്? എന്നിരുന്നാലും എന്നുള്ളൊരു മീനിങ്. ഇത് നവേർത്തലെസ്സിന് ബിഫോർ എന്തോ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നവേർത്തലെസ്സിന് മുന്നേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നവേർത്തലെസ് യൂസ് ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ ഈ ഒരു സെൻറ്റൻസിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആയിട്ടുള്ളൊരു സാധനം അല്ലെങ്കിൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു മീനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ നവേർത്തലെസ് എന്ന് പറഞ്ഞ ഈ ഒരു കീവേഡ് യൂസ് ചെയ്യണത്. അപ്പോൾ നവേർത്തലെസ് സംതിങ് വാസ് സെഡ്, നവേർത്തലെസ് സംതിങ് എൽസ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നവേർത്തലെസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി എന്തോ പറഞ്ഞിട്ടുണ്ട്, എന്നിരുന്നാലും ഈ ഒരു കാര്യം പറയുന്നു, ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത് നവേർത്തലെസ്. അപ്പോൾ നവേർത്തലെസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡും ഒരു സെൻറ്റൻസും ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് വരില്ല. നവേർത്തലെസ് മാത്രമല്ല, പിന്നെ ബാക്കിയുള്ള ബട്ട്, ഹവർ, ദെയർഫോർ, ആ ഒരു എല്ലാം ലൈക്ക് ഒരു ദെയർഫോർ എന്ന് പറഞ്ഞ ഒരു കൺക്ലൂഷൻ, ലൈക്ക് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെയാണ് നമ്മൾ ദെയർഫോർ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലത്തെ കീവേഡ്സൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് അഗെയിൻ ഹെൻസ് എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ വേർഡ്സൊക്കെ എപ്പോഴും പ്രീവിയസ്ലി ഉള്ളൊരു സെൻറ്റൻസിനെ റിലേറ്റ് ചെയ്യുന്നൊരു വാക്കുകളാണ്, അപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊരിക്കലും ഇൻട്രൊഡക്ടറി ആവില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആവില്ല. സ്റ്റാർട്ടിങ് എ വെച്ച് ഒരിക്കലും സ്റ്റാർട്ട് ആവില്ല. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ബിറ്റ്വീൻ ദീസ് ത്രീ നോക്കിയാൽ മതി. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ബി നോക്കാം. എ ചേഞ്ച് ദാറ്റ് ഇസ് കൺഡ്യൂസീവ് ടു ഹാപ്പിനെസ് മേ ബി ടേംഡ് ആസ് പ്രോഗ്രസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ ഓക്കെ, അതായത് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു വെൽബീയിങ്ങിന് കറസ്പോണ്ട് ചെയ്യണ ഒരു മാറ്റമാണ് എന്ത് പ്രോഗ്രസ് എന്ന് പറയണത്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ആണ് ജനറലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ട് പറഞ്ഞേക്കണതാണ്. വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേറെ ഒന്നുമായിട്ടൊരു ഡിപ്പെൻഡൻസി ഇല്ല, ജസ്റ്റ് പറഞ്ഞേക്കണതാണ് നമ്മുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു വെൽബീയിങ്, ലൈക്ക് വെൽബീയിങ്ങിന് വേണ്ടിയുള്ളൊരു മാറ്റത്തിനാണ് നമ്മൾ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് സെൻറ്റൻസ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി നോക്കുമ്പോൾ ഓപ്ഷൻ സിയും ആകാം, ഓപ്ഷൻ ബിയും ആകാം. പിന്നെ ഓപ്ഷൻ എ കറക്റ്റ് ആണോ നോക്കണമെങ്കിൽ ഓക്കെ, ഓപ്ഷൻ എ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിയിൽ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡിയിൽ വന്നേക്കണത് സോ എന്നാണ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ എന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ സെൻറ്റൻസിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ, അല്ലെങ്കിൽ അത് കാരണം ബിക്കോസ് എന്നുള്ള സോ ലൈക്ക് ആ ഒരു പ്രീവിയസ്ലി പറഞ്ഞ സെൻറ്റൻസിൻ്റെ ബേസിലാണ് ഈ സോ വരുള്ളൂ, സോ എന്ന് പറഞ്ഞൊരു വേർഡ് വരുള്ളൂ. അപ്പോൾ സോ ഇഫ് എ ചേഞ്ച് കോൺട്രിബ്യൂട്ട്സ് ടു അല്ലെങ്കിൽ ഒരുതരം കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരുതരം ഇൻഫറൻസ് ആണ് നമ്മൾ ഈ സോ വെച്ച് പറയുന്നത്. സോ ഇഫ് എ ചേഞ്ച് കോൺട്രിബ്യൂട്ട്സ് ടു ഗ്രോത്ത് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഇറ്റ് ഇസ് പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു വിഷയമുണ്ട്. സോ വെച്ച് സ്റ്റാർട്ട് ചെയ്യണ പറയുമ്പോൾ ഇത് എന്തായാലും ഫസ്റ്റ് സെൻറ്റൻസ് ആവില്ല. ആൻഡ് അഗെയിൻ നമ്മളിവിടെ നോക്കുമ്പോൾ ഗ്രോത്ത് ഓഫ് ദീസ് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഇതൊരു സ്റ്റാർട്ടിങ് സെൻറ്റൻസ് ആണെങ്കിൽ ഈ ദീസ് ഫാക്ടേഴ്സ് അത് ഏത് ഫാക്ടേഴ്സാണെന്ന് പ്രീവിയസ്ലി പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ദീസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫാക്ടേഴ്സ് ഏതാണെന്ന് നമുക്ക് അറിയില്ല. ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി ഒരിക്കലും സ്റ്റാർട്ടിങ് ആവില്ല. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പിന്നെ ബിയും സിയും മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ അതങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബി ആണ്, രണ്ട് കേസിലും ബി ആണ്. അതുകഴിഞ്ഞിട്ട് എന്താ വന്നേക്കണമെന്ന് നോക്കാം. അതുകഴിഞ്ഞിട്ട് സി ആണ്. ഓക്കെ, ചേഞ്ച് എന്താണ്, പ്രോഗ്രസ് എന്താണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് ബട്ട് ഡിഫറെൻറ്റ് പീപ്പിൾ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഡിഫറെൻറ്റ് തിങ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് പല ആൾക്കാരും ഹാപ്പിനെസ് പല കാര്യങ്ങളിലാണ് കണ്ടെത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഫോളോ ചെയ്യുന്ന സെൻറ്റൻസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഹാപ്പിനെസ്സിന് കാരണമാണ് മാറ്റത്തിനാണ് നമ്മൾ പ്രോഗ്രസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹാപ്പിനെസ് പല കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് പിന്നത്തെ സെൻറ്റൻസ് പറയുന്നത്. പിന്നെ അപ്പോൾ തേർഡ് സെൻറ്റൻസിൽ എന്താണ് പറയുന്നത്, ഇതാണ് പറഞ്ഞിട്ട് തേർഡ് സെൻറ്റൻസ് ഇവിടെ എ ആണ് വന്നേക്കുന്നത്. അപ്പോൾ എ നോക്കുമ്പോൾ നവേർത്ത്ലെസ്, അപ്പോൾ എന്നിരുന്നാലും, അതായത് പല കാര്യങ്ങളിൽ ആൾക്കാർ ഹാപ്പിനെസ് കണ്ടെത്തുന്ന പല കാര്യങ്ങളിലാണെങ്കിലും നവേർത്ത്ലെസ് എന്നിരുന്നാലും സൗണ്ട് ഹെൽത്ത്, എക്കണോമിക് സെക്യൂരിറ്റി ആൻഡ് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആർ ഡിസൈഡ് ബൈ ഓൾ.
ഓക്കെ, ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും എന്നിരുന്നാലും എന്താണ്, എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ഹെൽത്തിന് വേണ്ടിയും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയും മെൻറ്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയും ആഗ്രഹിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ഒരു കറക്റ്റാണ് വന്നേക്കണം. ഓക്കെ, എന്നിട്ട് പിന്നെ ഒരു അവസാന സെൻറ്റൻസ് പറയുന്നത് സോ ഇഫ് എ ചേഞ്ച് കോൺട്രിബ്യൂട്ട്സ് ടു ഗ്രോത്ത് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ്, അതായത് ഒരു ചേഞ്ച്, ഒരു മാറ്റം, ഈ ഫാക്ടേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന മാറ്റങ്ങളെല്ലാം എല്ലാത്തിനും നമുക്ക് എന്ത് വിളിക്കാം? പ്രോഗ്രസ് ആണെന്ന് പറയാം അല്ലേ? അതിന് നമുക്കൊരു പ്രോഗ്രസ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ആൻസർ ഈ ഓപ്ഷൻ ബി കറക്റ്റ് തന്നെയാണ്. കറക്റ്റ് ലൈക്ക് ആ ഫ്ലോ ഓഫ് ഐഡിയാസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫൈനൽ സെൻറ്റൻസുമായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈക്ക് അനലൈസ് ചെയ്ത് പോവുക. അപ്പോൾ തന്നെ നമ്മൾ ഒരു പേപ്പറിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, അടുത്ത 15th ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. ഓക്കെ, അതായത് ഗ്രാസിലുള്ള സ്നേക്ക്. അപ്പം നമുക്ക് യൂഷ്വലി നമ്മൾ മലയാളത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, അതായത് നമുക്ക് ഈ പുല്ലിലുള്ള ഈ പാമ്പിനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും സീക്രട്ടായിട്ട് നമ്മളെ ലൈക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു സാധനം എന്നുള്ളൊരു മീനിങ്ങാണ് വന്നത്. അപ്പോൾ ഡിഫിക്കൽട്ട് ഫൈൻഡ് ആകാൻ ചാൻസ് ഇല്ല. ഓക്കെ, വെൽ വിഷർ അല്ല, ഗുഡ് ഫ്രണ്ട് അല്ല, എ സീക്രട്ട് എനിമി. 4th ഓപ്ഷനാണ് ഇതിൻ്റെ കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ലിറ്ററലി എടുത്താലും നമുക്കതൊരു മീനിങ് ഓൾമോസ്റ്റ് മനസ്സിലാവും ഓപ്ഷൻസ് വെച്ചാൽ. അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ 4th ഓപ്ഷനാണ്. ഓക്കെ, അടുത്ത് സെലക്ട് ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്. ഓക്കെ, എലിഗൻറ്റിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, കറക്റ്റാണ്. എലിഗൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് എലിഗൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് മറ്റേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഓസ്റ്റൻറ്റേഷ്യസ് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല, ആ സെയിം മീനിങ് ആണ്. അതായത് ഷോ ഓഫ് കാണിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഫ്ലാഷി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ. ഓക്കെ, ഇവിടെയാണ് എറർ വന്നേക്കുന്നത്. നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ വാക്ക്. കറക്റ്റ് സ്പെല്ലിംഗ് ഇതാണ്. പിന്നെ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനം. അതിൽ റോങ്ലി സ്പെൽറ്റ് വേർഡ് ഓപ്ഷൻ 3 ആണ്. അടുത്തത് സെലക്ട് ദ വേർഡ് ഫോർ ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്നാണ് ചെയ്യുന്നത്. വായിച്ചു നോക്കാം. വൺ ഹു ലീവ്സ് ഹെസ് ഓൺ കൺട്രി ടു സെറ്റിൽ ഇൻ അതർ. ഇതാണ് നമ്മുടെ വാക്ക്, വേർഡ്, സെൻറ്റൻസ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വേർഡാണ്. അപ്പോൾ നമുക്കത് അറിയാം. ഫോറിനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രീന് പുറത്തുള്ള എല്ലാവരും നമ്മുടെ ഫോറിനേഴ്സാണ് അല്ലേ? പിന്നെ പല കോണ്ടെക്സ്റ്റിലും പല രീതിയിൽ നമുക്ക് ഫോറിനേഴ്സ് യൂസ് ചെയ്യാം. എന്നാലും ജനറലി നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ കൺട്രിക്ക് പുറത്തുള്ളവർ നമ്മുടെ ഫോറിനേഴ്സ്. അപ്പോൾ ഇതല്ല ആൻസർ. ഇവിടെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രിയിൽ നിന്ന് വേറെ കൺട്രി പോയി സെറ്റിൽ ചെയ്യുന്ന ആൾക്കാർ എന്താണ് വിളിക്കേണ്ടതെന്നാണ്. അത് നമുക്കറിയാം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എമിഗ്രൻസ് എന്നാണ് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്നത്, എമിഗ്രൻസ്. ഓക്കെ, പക്ഷെ ബാക്കിയുള്ള വേർഡ്സും ഡിസ്കസ് ചെയ്യാം. നേറ്റീവ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ സെയിം പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ നേറ്റീവ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ഉള്ളിലുള്ളവരെല്ലാം നേറ്റീവ്സ് എന്ന് വിളിക്കും. പല കോണ്ടെക്സ്റ്റിലും പല രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാം. എന്നാലും ജനറലി പറയാം, നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ നേറ്റീവ്സ് എന്ന് വിളിക്കും. പിന്നെ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പോണ, ലൈക്ക് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ജസ്റ്റ് വിസിറ്റ് ചെയ്ത് അടുത്ത് എൻജോയ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ ടൂറിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഫോറിനേഴ്സും നേറ്റീവ്സും നമുക്ക് ഓപ്പോസിറ്റ് ആൻറ്റണിംസ് ആണെന്ന് പറയാം, ലൈക്ക് ഓപ്പോസിറ്റ് ഈച്ച് അതർ എന്ന് പറയാം. 18th ക്വസ്റ്റ്യൻ. സെലക്ട് ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്. പെർസ്വേഷൻ ആണോ? പെർസ്വേഷൻ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താ? അത് നമ്മൾ ലൈക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമ്മൾ എഗ്രി ചെയ്യിക്കുന്നതിനാണ് പെർസ്വേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ കൺവിൻസ് ചെയ്യിക്കുക, അതാണ് ബേസിക് മീനിങ്. ഇത് കറക്റ്റ് വേർഡ് തന്നെയാണ് പെർസ്വേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത വേർഡാണ് ഓസ്റ്റൻറ്റേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വേർഡ് തന്നെയാണ് ഓസ്റ്റൻറ്റേഷൻ എന്ന് പറഞ്ഞ വേർഡ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു എറർ എന്ന് പറഞ്ഞാൽ ഇത് എററാണ്, ഇത് സ്പെല്ലിംഗ് തെറ്റാണ്. ഇവിടെ എസിന് പകരം ടി ആണ് വരേണ്ടത്. ഓസ്റ്റൻറ്റേഷൻ എന്ന് പറഞ്ഞ വാക്ക് എറർ, എസിന് പകരം ടി ആണ് വരേണ്ടത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഓസ്റ്റൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഷോയി ആയിട്ട് ഉള്ള ആൾക്കാർ, അതായത് നമുക്ക് നമ്മുടെ വെൽത്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ ലൈക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ട് ലക്ഷറിയസ് ആയിട്ടുള്ള ലൈക്ക് ഡ്രസ്സസും ലൈക്ക് ഇപ്പോൾ ഫോൺസൊക്കെ അങ്ങനെയൊക്കെ കാണിച്ച് ലൈക്ക് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഷോ ഇറക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓസ്റ്റൻറ്റേഷ്യസ് എന്ന് പറയുന്നത്. അതിൻ്റെ നൗൺ ഫോമാണ് ഓസ്റ്റൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇവിടെ എറർ എന്ന് പറഞ്ഞാൽ എസിന് പകരം ടി വന്നും. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ മാൻഷനാണ്. മാൻഷൻ എന്ന് പറഞ്ഞാൽ വലിയ വീട്, വലിയ ലൈക്ക് കൊട്ടാരം പോലെ ഇരിക്കുന്ന വീടിനെയാണ് മാൻഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്സ്റ്റെൻഡഡ് ആയിട്ടിരിക്കുന്ന സാധനം അതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 19th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ ദ സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രമാറ്റിക്കൽ എറർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ,
ദ പ്രൈം മിനിസ്റ്റർ അലോങ് വിത്ത് അതർ മിനിസ്റ്റേഴ്സ് ഹാവ് ലെഫ്റ്റ് ഫോർ അമേരിക്ക. ഓക്കെ, ഈ ഒരു ടൈപ്പ് എറർ സ്ഥിരം ചോദിക്കാറുള്ളതാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, ലൈക്ക് കോമൺലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസൽ ലൈക്ക് പ്രപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയും അലോങ് വിത്ത് ദ മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ബേസിക്കലി നമ്മുടെ ദി പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ് അല്ലേ, സിംഗുലർ ആയിട്ടുള്ളൊരു നൗണാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ ഫോളോ ചെയ്യുന്ന വേർബ് എന്ന് പറഞ്ഞാൽ മെയിൻ വേർബ് എന്ന് പറഞ്ഞാൽ അതും സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ദി പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഇവിടെ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹാവ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർബ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ എറർ വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലാണ്. ഹാവ് എന്ന് പറഞ്ഞത് എന്താണ്, പ്ലൂറൽ ആയിട്ടുള്ള നൗൺസിനാണ് ഹാവ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഹാവ് എന്ന് പറഞ്ഞാൽ വേർബ് ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ എറർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയത് കാരണം ഇവിടെ ഹാസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്, ഹാസ് ലെഫ്റ്റ് എന്നായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എറർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഹാസ് ലെഫ്റ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരാം, അതായത് മെയിൻ വേർബ് ഹാവ് ലെഫ്റ്റ്, അതിന് പ്രീവിയസ്ലി വന്നേക്കണ ഈ അതർ മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഇതൊരു പ്ലൂറൽ അല്ലേ, ഈ ഒരു നൗൺ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു നൗണിൻ്റെ ബേസിസിൽ നമ്മളിവിടെ വേർബ് എഴുതിയില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് വന്ന നൗൺ നമ്മുടെ മെയിൻ സബ്ജക്റ്റിൻ്റെ നമ്മൾ ബാക്കിയുള്ള നമ്മളിപ്പോൾ ഒരു അലോങ് വിത്ത് അല്ലെങ്കിൽ ജസ്റ്റ് വിത്ത്, അതുപോലെ നമ്മൾ പ്രപ്പസിഷൻസ് വെച്ച് നമ്മൾ വേറൊരു നൗണിനെ കണക്ട് ചെയ്തെന്ന് വിചാരിച്ചോ, അലോങ് വിത്ത് അതർ മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഈ ഒരു പാട്ടിന്, അതായത് പ്രപ്പോസിഷൻ ഫോളോഡ് ബൈ നൗൺ എന്ന് പറഞ്ഞ പാട്ടിന് നമ്മൾ പ്രപ്പോസിഷണൽ ഫ്രേസ് എന്ന് വിളിക്കും. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഈ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നൗണിന് ഒരു ആട്രിബ്യൂട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അതിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം എന്നുള്ളൊരു മീനിങ്ങേ വരുള്ളൂ. അതായത് ഇതിന് ഈ ഒരു നൗണിൻ്റെ സെയിം ഇമ്പോർട്ടൻസ് ഈ ഒരു നൗണിന് അല്ലെങ്കിൽ ഈ ഒരു പാട്ടിന് ഇല്ല, ഈ ഒരു സെൻറ്റൻസിലില്ല. അതിൽ ഇവിടെ മെയിനായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആ പെർട്ടിക്കുലർ സെൻറ്റൻസിലെ മെയിനായിട്ടുള്ള സെൻറ്റൻസിനാണ് നൗണിനാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള നൗൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ട് പോലെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ ഈ ഒരു ഇത്രയും പാട്ടിന് വന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സബ്ജക്റ്റ് പ്രൈം മിനിസ്റ്റർ സിംഗുലർ ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യണത്. അപ്പോൾ അതിന് ഫോളോ ചെയ്യുന്ന വേർബും സിംഗുലർ ആയിരിക്കും. അതേസമയം നമുക്കിവിടെ അലോങ് വിത്തിന് പകരം നമ്മളിവിടെ ആൻഡ് വെച്ചാണ് കണക്ട് ചെയ്തതെന്ന് വിചാരിച്ചോ. അപ്പോൾ ആൻഡ് വെച്ചാണ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ അവിടുത്തെ ഈ ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ട് വരും. കാരണം എന്താ പറഞ്ഞാൽ ആൻഡ് എന്ന് പറഞ്ഞ വേർഡിന് മാത്രമാണ് രണ്ട് നൗൺ ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് ഒരു പ്ലൂറലായിട്ടുള്ള സബ്ജക്റ്റാക്കി മാറ്റാൻ പറ്റുള്ളൂ. അതായത് ഈ ആൻഡ് അല്ലാതെ വേറെ എന്ത് വേർഡ് വെച്ചാണ് നമ്മുടെ മെയിൻ നൗണിനെ വേറെ നൗൺസായിട്ട് കണക്ട് ചെയ്തെങ്കിലും അവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് നൗൺ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സംഭവമായിരിക്കും നൗണായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ടത് ആൻഡ് വെച്ചാണ് കണക്ട് ചെയ്യുമെങ്കിൽ ഒബ്വിയസ്ലി പ്ലൂറൽ ആകും സബ്ജക്റ്റ്. പക്ഷെ അതല്ല വേറെ ഏതെങ്കിലും അലോങ് വിത്ത് വെച്ചൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതൊരു പ്രൊപ്പോഷണൽ ഫ്രേസ് ആയിരിക്കും. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ഇൻടാക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ നിൽക്കും. ഇത് ജസ്റ്റ് ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുന്ന ഒരു പാർട്ടായിട്ട് മാറും. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ വേർബ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ നമ്പർ അനുസരിച്ച് സിംഗുലറോ പ്ലൂറലോ ആവും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ സിംഗുലർ ആയത് കാരണം നമ്മുടെ വേർബും സിംഗുലർ ആയിരിക്കും. സിംഗുലർ നൗണിന് ഫോളോ ചെയ്യുന്ന വേർബ് ആയിരിക്കണം. നമ്മുടെ അടുത്ത ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ഹാവിന് പകരം ഹാസ് ലെഫ്റ്റ് ആണ് വരേണ്ടത്. അടുത്തത് 20 എന്ന് പറഞ്ഞാൽ സെലക്ട് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. സിനോണിം എന്ന് പറഞ്ഞാൽ സിമിലർ മീനിങ് വന്ന ഒരു വേർഡ്. ഓക്കെ, അപ്പോൾ ഈ വേർഡ് എന്ന് പറഞ്ഞാൽ പെനിറ്റൻസ് എന്ന് പറഞ്ഞ വേർഡാണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡാണ്. പക്ഷേ ഇത് നമുക്കിങ്ങനെ പല വേർഡ്സ് നമുക്ക് ന്യൂമോണിക്സ് വെച്ച് നമുക്ക് ഓർത്ത് നിൽക്കാം. ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ വേർഡിനെ പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിലൊരു എന്തെങ്കിലും ഒരു ഫണി സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം അതിൻ്റെ മീനിങ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം എന്തെങ്കിലുമായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ പെനിറ്റൻസ് നമുക്ക് പിന്നെ ടെൻസ് എന്ന് വിളിക്കാം. അപ്പോൾ പെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബ്രിട്ടീഷിൽ നമുക്ക് പെനി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ, അതായത് പൈസ എന്നുള്ള ആ സെയിം മീനിങ്ങിൽ പിന്നെ ബ്രിട്ടനിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് പെനി എന്ന് പറഞ്ഞാൽ. അതായത് ഐ ഡോണ്ട് ഹാവ് എ സിംഗിൾ പെനി ടു സ്പെയർ എന്നൊക്കെ നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവല്ലോ പറയുന്നത്. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് നമുക്ക് പെനി ടെൻസ് എന്ന് പറഞ്ഞാൽ. ടെൻസ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ എന്നുള്ളൊരു മീനിങ് വെക്കാം. പെനി എന്ന് പറഞ്ഞാൽ മണി എന്നുള്ളൊരു മീനിങ് വെക്കാം. ഓക്കെ, അതായത് പൈസ എന്നുള്ളൊരു മീനിങ്. അപ്പോൾ നമുക്ക്
പൈസ പോകുമ്പോൾ നമുക്ക് ടെൻഷൻ വരും അല്ലേ. അപ്പോൾ ആ ഒരു നമുക്ക് പൈസ പോകുമ്പോൾ എപ്പോഴും വരുന്ന ഒരു വികാരമാണ് എന്ത്, ലൈക്ക് റിഗ്രറ്റ് എന്നുള്ള ഒരു വികാരം അല്ലേ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പൈസ നമ്മൾ പറ്റിക്കുമ്പോൾ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവും അല്ലേ. അപ്പം ഈ ഒരു വാക്ക് വെച്ച് നമ്മൾ മണി അല്ലെങ്കിൽ പെനി എന്നുള്ള ആ ഒരു മീനിങ്, പൈസ എന്നുള്ളൊരു ആ ഒരു ഐഡിയ കിട്ടണം. ടെൻഷൻ എന്ന് പറയുമ്പോൾ ടെൻഷൻ, അതായത് പൈസ പോകുമ്പോൾ ടെൻഷൻ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് എന്താ റിഗ്രറ്റും വരും അല്ലേ. പൈസ പോകുമ്പോൾ നമുക്ക് റിഗ്രറ്റ് വരുമല്ലോ. അപ്പോൾ ആ ഒരു മീനിങ് ആണ് ബേസിക്കലി ഇവിടുത്തെ മീനിങ് എന്ന് പറഞ്ഞാൽ. റിഗ്രറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് പെനിറ്റൻസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു കാര്യം ചെയ്തപ്പോൾ റിഗ്രറ്റ് വരില്ലേ, അതാണ് പെനിറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ആ മീനിങ് തന്നെ ഓപ്ഷൻസ് ഏതാ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ അഡ്മിറേഷൻ ആണ്. അഡ്മിറേഷൻ അല്ല, അഡ്മിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഹൈലി റിഗാർഡ് ചെയ്ത് കാണുക, അതിനെയാണ് അഡ്മിറേഷൻ എന്ന് പറഞ്ഞാൽ. അഡ്മയർ ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ, അതായത് ഹൈലി റിഗാർഡായിട്ട് കാണുക. അത് കഴിഞ്ഞിട്ട് മിസറി എന്നാണ് സെക്കൻഡ് വേർഡ്. മിസറി നമുക്കറിയാം ദുരിതം, ലൈക്ക് കഷ്ടപ്പാട് എന്നുള്ളൊരു മീനിങ് ആണ്. പക്ഷെ അതുമല്ല മീനിങ്, ഇവിടെ റിഗ്രറ്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് ലൈക്ക് ക്ഷമ എന്നുള്ള ആ മീനിങ് ആണ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുമല്ല ഇവിടുത്തെ മീനിങ്. പിന്നെ ഫോർത്ത് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ റിപ്പൻറ്റൻസ് എന്നാണ്. റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് റിഗ്രറ്റ് എന്നുള്ളൊരു മീനിങ് ആണ്, സെയിം മീനിങ് ആണ് അല്ലേ. പശ്ചാത്തപിക്കുക എന്നാണ് റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ മറ്റേ ക്രിസ്ത്യൻ ചേർച്ചിലൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ് റിപ്പൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ആ സെയിം മീനിങ് തന്നെയാണ് ഇവിടെയും പെനിറ്റൻസിനും വന്നേക്കുന്നത്. പിന്നെ ഒരു സിനോണിം എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഓപ്ഷനാണ്. ലൈക്ക് റിപ്പൻറ്റൻസ് ആണ് പെനിറ്റൻസിൻ്റെ ലൈക്ക് സിനോണിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ യൂഷ്വലി നമ്മളിപ്പോൾ വേർഡ്സ് എല്ലാം നമുക്ക് ലൈക്ക് ഇങ്ങനെ കുറേ ലൈക്ക് റോഡ് ലേണിംഗ് ചെയ്യണത് ഭയങ്കര ലൈക്ക് സ്റ്റുപ്പിഡിറ്റിയാണ്. നമ്മളെപ്പോഴും ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വേർഡിൻ്റെ മീനിങ് അറിയില്ലെങ്കിൽ ആ വേർഡിനെ പലതായിട്ട് ഇങ്ങനെ ഡിവൈഡൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം സ്റ്റോറീസൊക്കെ ലൈക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നിമോണിക്സ് കിട്ടാനായിട്ട്, അതായത് ഇങ്ങനത്തെ ലൈക്ക് കുറേ കണക്ഷൻ കിട്ടാൻ വേണ്ടി പ്ലേ സ്റ്റോറിലൊക്കെ കുറേ ആപ്സൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈവൻ ലൈക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറേ വേർഡ്സിൻ്റെ ഇങ്ങനെ ഇതുപോലെ നിമോണിക്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പഠിച്ചതിന് കുറേ നാളത്തേക്ക് ഓർത്ത് നിൽക്കാൻ പറ്റും എന്താണെന്ന് മീൻ. കാരണം ഈ ഒരു വേർഡ് നമ്മൾ യൂഷ്വലി ലൈക്ക് അല്ലെങ്കിൽ പിന്നെ ന്യൂസ് പേപ്പറൊക്കെ എല്ലാ ദിവസവും വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വേർഡ്സൊക്കെ കണ്ടിന്യൂസ്ലി ഒക്കെ അറിയപ്പോൾ നമ്മൾ ഇവൻച്വലി പഠിക്കും. പക്ഷേ അത് കൂടാതെ ഇങ്ങനെയും കൂടി ലൈക്ക് നിമോണിക്സ് വഴി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലൈക്ക് റോഡ് ലേണിംഗ് പോലെ നമ്മൾ മറന്നു പോവില്ല. ഇങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മീനിങ് സംഭവം മനസ്സിലാവും. അടുത്തത് സെലക്ട് ദ ആൻറ്റണിം ഓഫ് ദ ഗിവൺ വേർഡ്. ഓക്കെ, ആൻറ്റണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡിനാണ് ആൻറ്റണിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വേർഡ് എന്ന് പറഞ്ഞാൽ വിഷ്യസ് ആണ്. അപ്പോൾ വിഷ്യസിൻ്റെ മീനിങ് എന്താണ്? വിഷ്യസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് റൂത്ത്ലെസ് എന്നുള്ളൊരു മീനിങ്. അതായത് ലൈക്ക് യാതൊരു ഇമോഷണൽ ലൈക്ക് ഒരു കൺസിഡറേഷനും കൊടുക്കാതെ ലൈക്ക് ഭയങ്കര ബ്ലണ്ടായിട്ട് വളരെ ലൈക്ക് ഹാർഷായിട്ടുള്ള ലൈക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിനാണല്ലോ വിഷ്യസ് എന്ന് പറയുന്നത്. അതായത് റൂത്ത്ലെസ്, വെരി ഹാർഷ് എന്നൊക്കെ ഒരു മീനിങ് തന്നെ ഒരു വേർഡാണ് വിഷ്യസ്. ഇതൊരു അഡ്ജക്റ്റീവാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ വിഷ്യസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് റൂത്ത്ലെസ് ആക്ട്, അല്ലെങ്കിൽ യാതൊരു കൺസിഡറേഷനും കൊടുക്കാതെ ചെയ്ത ഒരു പ്രവൃത്തിയാണ് നമ്മൾ വിഷ്യസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ മീനിങ് മനസ്സിലായില്ല. അതായത് റൂത്ത്ലെസ്, ഇൻകൺസിഡറേറ്റ് എന്നൊക്കെ നമുക്ക് പറയും, ഇൻകൺസിഡറേറ്റ്, ആ ഒരു മീനിങ് ഒക്കെയാണ് ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് തന്നെ വേർഡ് എന്ന് പറഞ്ഞാൽ ബെയിൻഫുൾ എന്നുള്ളൊരു, ഇവിടെ ആൻറ്റണിം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ കൺസിഡറേറ്റ്, ലൈക്ക് അങ്ങനത്തെ ഒരു മീനിങ് ആണ് വന്നത്. ആൻറ്റണിം എന്ന് ചോദിക്കുമ്പോൾ റൂത്ത്ലെസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ കൺസിഡറേറ്റ്, അങ്ങനത്തെ ഒരു മീനിങ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ബെയിൻഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഈ ഒരു സിമിലർ മീനിങ് ആണ് ബെയിൻഫുൾ എന്ന് പറഞ്ഞത്. ബെയിൻഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ബാഡ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ബാഡ്, ബെയിൻ, ബൂൺ ആൻഡ് ബെയിൻ എന്ന് കേട്ടല്ലോ, ബൂൺ ആൻഡ് ബെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മീനിങ് ആണ്, ബാഡ് എന്നുള്ളൊരു മീനിങ് ആണ് ബെയിൻഫുൾ എന്ന് പറഞ്ഞ വാക്ക് തന്നത്. അതായത് ലൈക്ക് ഹാംഫുൾ, ബാഡ്, അങ്ങനത്തെ ഒക്കെ ഒരു മീനിങ് ആണ് ഈ പെയിൻഫുൾ എന്ന് പറഞ്ഞ വാക്കിന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത വേർഡാണ് സെൻഫുൾ. സെൻഫുൾ എന്ന് പറയുമ്പോൾ സെൻ എന്ന് കേട്ടിട്ടില്ലേ, പാപം എന്നുള്ളൊരു ഇത്. സെൻഫുൾ എന്ന് പറഞ്ഞാൽ ഇമ്മോറൽ എന്നുള്ളൊരു മീനിങ് ആണ്, ഇമ്മോറൽ. സിൻഫുൾ ആക്ട് എന്ന് പറയുമ്പോൾ ഇമ്മോറൽ ആക്ട് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നോട്ട് എന്നുള്ളൊരു മീനിങ് തന്നെ പ്രിഫിക്സ് ആണ്. അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഫോർച്ചുനേറ്റ് എന്ന് പറയുന്ന മീനിങ് ആണ്. നോട്ട് ഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു അൺലക്കി എന്നുള്ളൊരു മീനിങ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഫോർത്ത് വേർഡാണ് വിർച്വസ്. വിർച്വസ് എന്ന് പറഞ്ഞാൽ
ഹൈ മോറൽ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് വിർച്വസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഹൈ മോറൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള പ്രവൃത്തി, പുണ്യകരമായ പ്രവൃത്തി തന്നെയാണ് വിർച്വസ് ആക്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹൈ മോറൽ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഇത് ആൻറ്റണിമായിട്ട് വരുന്നത് ഫോർത്ത് ഓപ്ഷനാണ്, വെർച്വസ്. വിഷ്യസ് എന്ന് പറഞ്ഞാൽ റൂത്ത്ലെസ്, യാതൊരു മോറൽ ഒരു കൺസിഡറേഷനും കൊടുക്കാതെ ചെയ്യുന്നത്. വിർച്വസ് എന്ന് പറഞ്ഞാൽ ഹയർ മോറൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തിനെയാണ് നമ്മൾ വിർച്വസ് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അഗെയിൻ ജംപിൾഡ് സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഓർഡർ നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്യാൻ ഐ ബോറോ യുവർ ക്യാമറ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണ് തുടങ്ങിയേക്കുന്നത് ഫസ്റ്റ് വേർഡ്. ഓക്കെ, ഐ വിൽ ഗിവ് ഇറ്റ് ബാക്ക് ടു യു നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ട് സെൻറ്റൻസ് വായിക്കുമ്പോൾ മേ ബി ലൈക്ക് ഇത് അടുത്തടുത്തിരിക്കുന്ന സെൻറ്റൻസ് ആയിരിക്കും. കാരണം ക്യാൻ ഐ ബോറോ യുവർ ക്യാമറ എന്ന് പറയുന്നുണ്ട്, ഐ വിൽ ഗിവ് ഇറ്റ് ബാക്ക് ടു യു നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ആ ക്യാമറയെ കുറിച്ച് തന്നെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊനൗൺ ഉള്ള കാരണം നമുക്ക് ഇത് രണ്ടും അടുത്തടുത്തിരിക്കുന്ന സെൻറ്റൻസുകളാണെന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ പറയില്ല ക്യാമറ തരാമോ എന്ന് ചോദിക്കും, പിന്നെ അപ്പോൾ തന്നെ നമ്മൾ പറയും ഓക്കെ നെക്സ്റ്റ് വീക്കിനകത്ത് തിരിച്ചു തരാമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെൻസിൽ തന്നെ നമുക്ക് ഇത് രണ്ടും അടുത്തടുത്തിരിക്കുന്ന സെൻറ്റൻസ് ആണെന്ന് വിചാരിക്കാം. അതുകഴിഞ്ഞിട്ട് ഐ എം ഗോയിങ് ടു ജംഗിൾ സഫാരി ടുമോറോ. ഓക്കെ, അപ്പോൾ ഒരു ജംഗിൾ സഫാരി പോകണമെന്ന് പറയുന്നുണ്ട് നാളെ. മൈ ഫ്രണ്ട് ടോൾ മീ ദാറ്റ് ജംഗിൾ ഇസ് ബ്യൂട്ടിഫുൾ ഇൻ ദീസ് ഡേയ്സ്. ഓക്കെ, അപ്പോൾ ഇതും എഗെയിൻ നമുക്ക് ഒരാൾ പറയുകയാണ് ജംഗിൾ സഫാരി ടുമോറോ പോകണമെയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പോലെ പുള്ളി ഒന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പുള്ളി പറയുന്നതാണ് മൈ ഫ്രണ്ട് ടോൾഡ് മീ ദാറ്റ് ജംഗിൾ ഇസ് ബ്യൂട്ടിഫുൾ ഇൻ ദീസ് ഡേയ്സ്. അപ്പോൾ സി കഴിഞ്ഞിട്ട് ഡി വരുന്നൊരു ചാൻസും ഉണ്ട്. നമുക്ക് ഓപ്ഷൻ സി ജസ്റ്റ് നോക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ 2-ൽ സി കഴിഞ്ഞിട്ട് ഡി ആണ് വന്നത്. ഐ എം ഗോയിങ് ടു ജംഗിൾ സഫാരി ടുമോറോ. എന്നിട്ട് പറയണതാണ് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയണതാണ് മൈ ഫ്രണ്ട് ടോൾഡ് ഇസ് ലൈക്ക് ജംഗിൾ ഇസ് ബ്യൂട്ടിഫുൾ ദീസ് ഡേയ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് രണ്ടും ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വേറെ ചോദിക്കുന്നതാണ് ക്യാൻ ഐ ബോറോ യുവർ ക്യാമറ. ഓക്കെ, അതായിട്ട് പറയുന്നത് ഐ വിൽ ഗിവ് ബാക്ക് ടു യു നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലാങ്ക്. അപ്പോൾ ഹീ ഡാഷ് എ ഹീനിയസ് ക്രൈം. ഓക്കെ, നമുക്ക് ഹീ ഡെഡ് എ ഹീനിയസ് ക്രൈം എന്നുള്ള ആ ഒരു സെൻസാണ് തന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിച്ച് നോക്കുമ്പോൾ ഓക്കെ കമ്മിറ്റഡ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇതാണ് ഹീ കമ്മിറ്റഡ് എ ഹീനിയസ് ക്രൈം എന്നുള്ള. അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ 4 ആണ് ആൻസർ. പിന്നെ അടുത്ത സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. ഓക്കെ, ഓൺ ഷാങ്സ് മെയർ എന്നാണ് പറയുന്നത്. ഷാങ്സ് മെയർ എന്ന് പറയുന്നത് ലൈക്ക് ട്രാവൽ ബൈ ഫൂട്ട് എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. അതായത് ഓപ്ഷൻ 3 ആണ് കറക്റ്റായിട്ടുള്ള വേർഡ്. അതായത് ഷാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നീയും ലൈക്ക് ആങ്കിളും ഇല്ലേ അതിന് ബിറ്റ്വീനായിട്ടുള്ള ഏരിയയാണ് നമ്മൾ ഷാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ഷാങ്സ് മെയർ എന്ന് പറഞ്ഞ ഇഡിയത്തിൻ്റെ മീനിങ് ഓൺ ഫൂട്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു വാക്ക് വെച്ച് തന്നെ ലൈക്ക് ഓൺ ലൈക്ക് ട്രാവൽ ബൈ ഫൂട്ട് എന്നുള്ള ആ ഒരു മീനിങ് ഓർത്ത് വെക്കുക. കാരണം അല്ലാതെ നമുക്കത് വായിച്ച് തന്നെ ചിലപ്പോൾ കിട്ടില്ല. ഇത് പഠിക്കാത്ത ഒരാളാണെങ്കിൽ കിട്ടില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക. ഓൺ ഷാങ്സ് മെയർ, ഷാങ്ക് എന്ന് പറഞ്ഞാൽ ലെഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൺ ഫൂട്ട് എന്നുള്ളൊരു മീനിങ്. ഓക്കെ, അടുത്തത് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സെഗ്മെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഓഫ് ദ ഗിവൺ സെൻറ്റൻസ് ഇഫ് നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് റിക്വയർഡ് നോ ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, ഇതിൽ സെൻറ്റൻസ് വായിച്ച് നോക്കാം. എ മാൻ ഇൻ നീഡ് പ്ലീഡഡ് ഫോർ ഹെൽപ്പ് എന്നാണ്. ഓക്കെ, അപ്പോൾ പ്ലീഡഡ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുക, ലൈക്ക് ഭയങ്കര ലൈക്ക് വളരെ ലൈക്ക് പ്ലീഡ് എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്ന് പറയില്ലേ ആ ഒരു സെൻസ് തന്നെ. ആ ഒരു സെൻസിൽ നമ്മൾ പ്ലീഡഡ് ഫോർ ഹെൽപ്പ് എന്നാണ് ചോദിച്ചത്. ഒരു മാൻ ഇൻ നീഡ് പ്ലീഡഡ് ഫോർ ഹെൽപ്പ് എന്നുള്ള ഈ സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ ഇത് കറക്റ്റാണ്. ആക്ച്വലി ഇതിന് വലിയ മിസ്റ്റേക്കൊന്നും ഇല്ല, മിസ്റ്റേക്സ് ഒന്നുമില്ല. മാൻ ഇൻ നീഡ് പ്ലീഡഡ് ഫോർ ഹെൽപ്പ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള യൂസേജ് തന്നെയാണ്. അത് റിക്വസ്റ്റഡ് ഫോർ ഹെൽപ്പ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോ ഇംപ്രൂവ്മെൻ്റ് എഴുതാം കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇതോടെ ഇന്നത്തെ സെഷൻ നമുക്ക് ലൈക്ക് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാം. അതായത് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഓരോരുത്തരും പിന്നെ ട്രൈ ഔട്ട് ചെയ്തപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് എങ്ങനെ ഡിഫിക്കൽട്ടി തോന്നിയത്? ലൈക്ക് ഈ ഒരു ലെവൽ തന്നെ ലൈക്ക് SSCക്ക് ചോദിക്കുന്ന ലെവൽ തന്നെ ഈ ഒരു ലെവലേ ചോദിക്കാറുള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് ക്ലിയർ ഇതിൽ ടോപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റണമെന്നാണെന്ന് വിചാരിക്കുന്നു. എന്നാലും കുറച്ച് റൂൾസ് നിങ്ങൾ അറിഞ്ഞാൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ കുറച്ച് ലൈക്ക് നമ്മളൊരു ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് മീഡിയംസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലൈക്ക് ഹാഫ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എറേഴ്സൊക്കെ നമുക്ക് അങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഈവൻ ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറേ ലൈക്ക് ഇതിൽ ചോദിച്ചേക്കുന്ന വേർഡ്സൊക്കെ മിക്കതും ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വന്ന വേർഡ്സ് ആയിരിക്കും.
നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതോടെ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും റെക്കമെൻഡേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതോടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം.